പാസീവ് വർക്ക് ഫോംസ് നല്ലതുപോലെ അറിയാവുന്നവരും പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട് പലപ്പോഴും. അതിന് കാരണം ആക്റ്റീവ് വോയിസ് എവിടെ ഉപയോഗിക്കണം, പാസീവ് വോയിസ് എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്തതാണ്. പലർക്കും കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഒരു പരിഹാരമാണ് ഇന്നത്തെ ലെസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാസീവ് വോയിസിനെ കുറിച്ചുള്ള ബിഗിനേഴ്സ് ലെസൺ അല്ല. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ, തുടക്കം മുതൽ പാസീവ് വോയിസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്സ് ഞാൻ താഴെ കമന്റ്സിൽ കൊടുക്കാം. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ലെസൺ ആണ്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. ഞാൻ വൈകിയതിൽ ഖേദിക്കുന്നു. പല രീതിയിൽ നമുക്കിത് പറയാം. ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സോറി ഐ ഗോട്ട് ലേറ്റ് എന്നും പറയാം. ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ്, ഐ എം സോറി ഫോർ കമ്മിങ് ലേറ്റ് എന്നും വേണമെങ്കിൽ പറയാം. കൂടുതൽ കറക്റ്റ് ബീയിങ് ലേറ്റ് ആണ്. ഞാൻ വൈകിയതിൽ ഖേദിക്കുന്നു. വൈകി വന്നതിൽ എന്ന് പറയുന്നില്ല. ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ്. അല്ലെങ്കിൽ ഐ ആം സോറി ഐ ഗോട്ട് ലേറ്റ്, ഞാൻ വൈകി, അതിൽ ഞാൻ ഖേദിക്കുന്നു. വരുന്ന വഴിക്ക് എൻ്റെ കാറ് കേടുവന്നു. എൻ്റെ കാറ് കേടുവന്നു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. മൈ കാർ ബ്രോക്ക് ഡൗൺ. വരുന്ന വഴിക്ക് ഓൺ മൈ വേ. ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ ഓൺ മൈ വേ ഹിയർ. ഞാനിവിടെ ഇങ്ങോട്ട് എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയ സെന്റൻസിൽ ഹിയർ ഉണ്ട്. മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹിയർ. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഓൺ മൈ വേ ഹോം. ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഓൺ മൈ വേ ടു വർക്ക്. വർക്കിന് മുന്നിൽ അല്ലെങ്കിൽ ഓഫീസിന് മുന്നിൽ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഹോമിന് മുന്നിൽ അത് ഉപയോഗിക്കുന്നില്ല. മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹിയർ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കാറ് കേടുവന്നു. വാഹനങ്ങൾ കേടുവന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷീൻസ് കേടുവന്നു എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ബ്രേക്ക് ഡൗൺ ആണ്. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അവളുടെ വീട്ടിൽ പോയി, പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു. അവളുടെ വീട് ഹെർ ഹോം അല്ല, ഹെർ ഹൗസ് ആണ്. നമ്മുടെ വീടിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഹോം എന്ന ആ നൗൺ ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഓണർഷിപ്പിനേക്കാൾ അധികം നമുക്ക് അതിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയി. ഐ വെന്റ് ടു ഹെർ ഹൗസ്. ഹെർ ഹോം അല്ല, ഹെർ ഹൗസ്. പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു. ബട്ട് ഷി വാസ് നോട്ട് ദർ. അവൾ അവിടെ ഇല്ലായിരുന്നു. ഐ വെന്റ് ടു ഹെർ ഹൗസ് ബട്ട് ഷി വാസ് നോട്ട് ദർ. അവൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം നടന്ന കാര്യം അവൾ പുറത്തു പോയതാണ്. അപ്പൊ ഇങ്ങനെ പാസ്റ്റിലെ 2-3 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നടന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഷീ ഹാഡ് ഗോൺ ഔട്ട്. അവൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച മഴ പെയ്തിട്ടില്ല. ഈ ആഴ്ച എന്നതൊരു പ്രസന്റ് ടൈം എക്സ്പ്രഷൻ ആണ്. മഴ പെയ്തിട്ടില്ല. ഒരുപക്ഷെ ഈ ആഴ്ച കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കില്ല. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി പൊതുവെ വെതറിനെ കുറിച്ച് പറയുമ്പോൾ ആ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് ഇംഗ്ലീഷിൽ. ഇറ്റ് ഹാസിൻ റെയിൻഡ് ദിസ് വീക്ക്. ഈ ആഴ്ച മഴ പെയ്തിട്ടില്ല. ഇനി കഴിഞ്ഞയാഴ്ച മഴ പെയ്തില്ല എന്നാണ് പറയുന്നതെങ്കിലോ, കഴിഞ്ഞയാഴ്ച ലാസ്റ്റ് വീക്ക്, അതൊരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഇറ്റ് ഡിഡിൻ റെയിൻ ലാസ്റ്റ് വീക്ക്. ഇറ്റ് ഡിഡിൻ റെയിൻ, കഴിഞ്ഞയാഴ്ച മഴ പെയ്തു എന്നാണെങ്കിൽ ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് വീക്ക്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതിൻ്റെ നെഗറ്റീവ് ആണ് ഡിഡിൻ റെയിൻ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റിനും നെഗറ്റീവും ഉണ്ടാക്കുന്ന ഡിഡ് ഉപയോഗിച്ചാണ്. പാസ്റ്റ് ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ഇൻ 2005 ഇതുപോലുള്ള എക്സ്പ്രഷൻസിന്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എഗോ, ആ അഡ്വർബിന്റെ കൂടെയും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കില്ല. സിമ്പിൾ പാസ്റ്റ് തന്നെ വേണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. ആരാണ് ഇത്തിരി മുമ്പ് വിളിച്ചത്? ഇത്തിരി മുമ്പ് എന്ന് നമുക്ക് പല രീതിയിൽ പറയാം. എ ഫ്യൂ മിനിറ്റ്സ് എഗോ എന്ന് പറയാം, എ ലിറ്റിൽ വൈൽ എഗോ എന്ന് പറയാം, എ ഷോർട്ട് വൈൽ എഗോ എന്നും പറയാം. ആരാണ് ഇത്തിരി മുമ്പ് വിളിച്ചത്? ഒരു കാര്യം ആരാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റോടെ ഉപയോഗിക്കരുത്. ഹൂ കോൾഡ്, ആര് വിളിച്ചു? അല്പം മുമ്പ്. എ ഫ്യൂ മിനിറ്റ്സ് എഗോ അല്ലെങ്കിൽ എ ഷോർട്ട് വൈൽ എഗോ. ഹൂ ഫോൺഡ് അല്ലെങ്കിൽ കോൾഡ്. എ ഫ്യൂ മിനിറ്റ്സ് എഗോ, എ ഷോർട്ട് വൈൽ എഗോ, എ ലിറ്റിൽ വൈൽ എഗോ, ഇതെല്ലാം നമുക്ക് പറയാം. ഞാൻ ഒരിക്കലും ഒരു ബൈസിക്കിൾ ഓടിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ റിഡൺ എ ബൈസിക്കിൾ. ഇത് നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അല്ലെ? ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ജനിച്ച് ഈ കാലത്തിനിടയിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെയുള്ള ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് വേണം ഉപയോഗിക്കാൻ. ഐ ഹാവ് നെവർ റിഡൺ എ ബൈസിക്കിൾ. ഞാനൊരു ബൈസിക്കിൾ ഇതുവരെ ഓടിച്ചിട്ടില്ല. റൈഡിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് റിഡൺ. ഞാനൊരു ഫിലിം കണ്ടിട്ട് കാലങ്ങളായി. കാലങ്ങളായി എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഹാസ് ബീൻ ഏജസ് എന്ന് പറയാം, ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയാം, ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് എന്നും പറയാം.
ഞാനൊരു ഫിലിം കണ്ടിട്ട്. സിൻസ് ഐ സോ എ ഫിലിം. ഇറ്റ് ഹാസ് ബീൻ ഏജസ് സിൻസ് ഐ വാച്ച്ഡ് എ ഫിലിം അല്ലെങ്കിൽ സിൻസ് ഐ സോ എ ഫിലിം. വാച്ച്ഡ് എന്നും നമുക്ക് പറയാം, സോ എന്നും നമുക്ക് പറയാം. ഞാനൊരു സിനിമ കണ്ടിട്ട് കുറേ കാലങ്ങളായി. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഐ ഹാവിൻ സീൻ എ ഫിലിം ഇൻ എ ലോങ് ടൈം അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം, ഫോർ ഏജസ് അതും പറയാം. ഐ ഹാവിൻ സീൻ എ ഫിലിം ഫോർ ഏജസ് അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം. നെഗറ്റീവ് സെൻറ്റൻസ് ആയത് കാരണം നമുക്കിവിടെ ഫോറിന് പകരം ഇന്ന് ഉപയോഗിക്കാം. അഫിർമേറ്റീവ് സെൻറ്റൻസസിൽ ഇങ്ങനെ ഫോറിന് പകരം ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ അഫിർമേറ്റീവിലും നെഗറ്റീവിലും എല്ലാം ഫോർ തന്നെ ഉപയോഗിക്കുക. അവൾ നേരത്തെ ഇവിടെ വരുമായിരുന്നു. നേരത്തെ ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ യൂസ് ടു ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം. പലപ്പോഴും നമ്മൾ യൂസ് ടുവിന് പകരം വുഡ് ഉപയോഗിക്കാറുണ്ട്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്കിത് രണ്ടും ഉപയോഗിക്കാം. പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ യൂസ് ടു തന്നെ ഉപയോഗിക്കണം. നമുക്കിത് യൂസ് ടു ഉപയോഗിച്ച് പറയാം. അവൾ നേരത്തെ ഇവിടെ വരുമായിരുന്നു. നേരത്തെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മുമ്പ് എന്നാണ്. ഏർലി എന്ന അർത്ഥത്തിൽ എടുക്കരുത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷീ യൂസ് ടു കം ഹിയർ. അവള് നേരത്തെ ഇവിടെ വരുമായിരുന്നു. ഷീ യൂസ് ടു കം ഹിയർ ഏർലിയർ എന്നൊന്നും പറയണ്ട. യൂസ് ടു തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ നേരത്തെ ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ടൈം എക്സ്പ്രഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഷീ യൂസ് ടു കം ഹിയർ. അവൾ ഇവിടെ നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ വരാറില്ല. നേരത്തെ ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പൊ ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വേർബ്സ് ആണ് എനി ലോങ്ങർ, നോ ലോങ്ങർ, എനി മോർ. അതല്ല. ഷീ നോ ലോങ്ങർ കംസ് ഹിയർ അല്ലെങ്കിൽ ഷീ നോ ലോങ്ങർ ഡസ്. ഷീ നോ ലോങ്ങർ ഡസ് എന്ന് പറയുന്നതിന്റെ മുഴുവൻ ഫോം ഷീ നോ ലോങ്ങർ കംസ് ഹിയർ ആണ്. കംസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബാണ്. ആദ്യത്തെ സെന്റൻസിൽ കം എന്ന വെർബ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ പൊതുവെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരം ആ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് നമ്മൾ പറയുന്നത്. ഷീ നോ ലോങ്ങർ ഡസ്. ഷീ നോ ലോങ്ങർ കംസ് ഹിയർ എന്നതിന് പകരമാണ് ഷീ നോ ലോങ്ങർ ഡസ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ഷീ ഡസിൻ എനി ലോങ്ങർ. ഷീ ഡസിൻ കം എനി ലോങ്ങർ. കം പറയണ്ട, ഷീ ഡസിൻറ്റ് എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ മതി. എനി ലോങ്ങറിന് പകരം എനി മോർ ഉപയോഗിക്കാം. ഷീ ഡസിൻ എനി മോർ. ഷീ നോ മോർ ഡസ് എന്ന് പറയരുത്. ഷീ നോ ലോങ്ങർ ഡസ് അല്ലെങ്കിൽ ഷീ ഡസിൻറ്റ് എനി ലോങ്ങർ. ഇനി ഇന്നത്തെ ക്ലാസ്. ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കളിച്ചില്ല. ഇന്നലെ വ്യക്തമായി പറയുന്നുണ്ട്. സമയം ഒരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്, യെസ്റ്റർഡേ. അതിൻ്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് അല്ല ഉപയോഗിക്കുക, സിമ്പിൾ പാസ്റ്റ് ആണ്. ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് വ്യക്തമായി പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കളിച്ചില്ല. വി ഡിഡിൻ പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. കളിച്ചു എന്നാണെങ്കിൽ പ്ലേഡ്, അതിൻ്റെ നെഗറ്റീവ് ആണ് ഡിഡിൻ പ്ലേ. ഗെയിം ക്യാൻസൽ ചെയ്തു. ഗെയിം ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഞാനിവിടെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വോയിസ് ഒന്നും കറക്റ്റ് ആക്കിയല്ല എഴുതുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഭാഷ. ഗെയിം ക്യാൻസൽ ചെയ്തു. ഗെയിമിന് തീർച്ചയായും ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. മറ്റാരോ ആണോ, അതിൻ്റെ ഓർഗനൈസേഴ്സ് ആണ് അത് ക്യാൻസൽ ചെയ്തത് അല്ലേ. അപ്പോൾ ഗെയിം ഇവിടെ സബ്ജക്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത്. ഓർഗനൈസേഴ്സ് ആണ് ഗെയിം ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഓർഗനൈസേഴ്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ അതിവിടെ പറയുന്നൊന്നുമില്ല. ആ ഒരു നൗൺ നമ്മൾ അവിടെ സപ്ലൈ ചെയ്യുന്നതാണ്. ഓർഗനൈസേഴ്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ ആക്റ്റീവ് വോയിസ്. The organizers cancelled the game. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഗെയിം ക്യാൻസൽ ചെയ്തു, അതാ നമുക്ക് പറയേണ്ടത്. ഇന്നലെയാണ് കാര്യം എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇനി ഗെയിം ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പാസീവ് വോയിസ് ആണ്. അപ്പോൾ ക്യാൻസൽഡിന്റെ പാസീവ് ഫോം എന്താണ്? വാസ് ക്യാൻസൽഡ്. ദ ഗെയിം വാസ് ക്യാൻസൽഡ്. ഗെയിം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദ ഗെയിം എന്ന് പറയണം. നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഗെയിമിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യണം. എ ഗെയിം എന്ന് പറഞ്ഞാൽ പോരാ, അതിനർത്ഥം ഒരു ഗെയിം എന്നാണ്. നമുക്ക് വേണ്ടത് അതല്ല. ആ ഗെയിം, നമ്മൾ ഏത് ഗെയിമിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ഗെയിം ക്യാൻസൽ ചെയ്തു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ദ ഗെയിം എന്ന് പറയാം. ദ ഗെയിം വാസ് ക്യാൻസൽഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണിത്. അതിപ്പോൾ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. ടി അല്ല റിപ്പയർ ചെയ്തത്, മറ്റാരോ മെക്കാനിക് ആണ് ടി വി റിപ്പയർ ചെയ്തത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റായി ടി വി വരുന്ന സമയത്ത് നമുക്ക് പാസീവ് വോയിസ് വേണം. സബ്ജക്റ്റായി മെക്കാനിക് വരുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവ് വോയിസ് വേണം. ശരിയാക്കിയത് പാസ്റ്റിൽ എപ്പോഴും ആണ്, പക്ഷെ അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ അതായത് അത് ശരിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. നേരത്തെ നടന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു റിസൾട്ട് ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ടി വി ശരിയാക്കിയിരിക്കുന്നു. ദ ടി വി ഹാസ് ബീൻ റിപ്പയർഡ്. ഇവിടെ ദ ടി വി എന്ന് തന്നെ വേണം പറയാൻ.
നമ്മൾ ടി വി കാണുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഐ എം വാച്ചിങ് ടി വി എന്നാണ് പറയുക. കാരണം നമ്മളപ്പോൾ കാണുന്നത് ടി വി എന്ന് പറയുന്ന ആ ഒരു സെറ്റ് അല്ല, ആ ഒരു ഡിവൈസ് അല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ടി വിയിലുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ടി വിയിലെ പ്രോഗ്രാംസിനെ കുറിച്ച് പറയുമ്പോൾ ടി വി എന്ന് വേണം പറയാൻ. ഇവിടെ പക്ഷെ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആ ഡിവൈസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ദ ടി വി എന്ന് വേണം പറയാൻ. ദ ടി വി ഹാസ് ബീൻ റിപ്പയർഡ്. ടി വി നേരെയാക്കിയിരിക്കുന്നു. ദ മെക്കാനിക് ഹാസ് റിപ്പയർഡ് ദ ടി വി. മെക്കാനിക് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആക്റ്റീവ് വോയിസ്, ടി വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വോയിസ്. ദ ടി വി ഹാസ് ബീൻ റിപ്പയർഡ്, പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം. അതിപ്പോൾ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്കിംഗ് അഗെയിൻ. അതിപ്പോൾ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്കിംഗ് അഗെയിൻ. റേഡിയോയുടെ കൂടെ എല്ലായ്പ്പോഴും ദ റേഡിയോ എന്ന് തന്നെ പറയാം. ഞാൻ ആ ഹീറ്റർ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നേരെയാക്കിച്ചു. പല രീതിയിൽ നമുക്കിത് പറയാം. ഒരു ഇലക്ട്രീഷ്യൻ ആ ഹീറ്റർ നേരെയാക്കി എന്ന് പറയണമെന്ന് കരുതാം. ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാം. ഇലക്ട്രീഷ്യൻ ആണ് സബ്ജക്റ്റ് എങ്കിൽ എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർഡ് ദ ഹീറ്റർ. പാസീവ് വോയിസിലും പറയാം ദ ഹീറ്റർ വാസ് റിപ്പയർഡ് ബൈ എൻ ഇലക്ട്രീഷ്യൻ. പക്ഷെ ഞാൻ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നേരെയാക്കിച്ചു എന്നെല്ലാം പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പാസീവ് വോയിസ് ഉപയോഗിച്ചാൽ പോരാ. അതിന് പകരം നമ്മൾ ഗെറ്റിന്റെ അല്ലെങ്കിൽ ഹാവിന്റെ കോസേറ്റീവ് ഫോം ഉപയോഗിക്കും. ഞാൻ നേരെയാക്കിച്ചു. ഐ ഹാഡ് ദ ഹീറ്റർ റിപ്പയർഡ്. ഞാൻ ആ ഹീറ്റർ നേരെയാക്കിച്ചു ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട്. ബൈ എൻ ഇലക്ട്രീഷ്യൻ. ഐ ഹാഡ് ദ ഹീറ്റർ റിപ്പയർഡ് ബൈ എൻ ഇലക്ട്രീഷ്യൻ. ഐ ഗോട്ട് എന്നും പറയാം, ഹാഡ് എന്നും പറയാം. ഇത് തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് പറയാം. ഐ ഹാഡ് എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർ ദ ഹീറ്റർ. ഐ ഹാഡ് എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർ ദ ഹീറ്റർ. രണ്ട് സ്ട്രക്ചറും ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് റിപ്പയർഡ് എന്ന V3 ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് റിപ്പയർ എന്ന V1 ആണ്. ഇത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ആര് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ രണ്ടാമത്തെ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇലക്ട്രീഷ്യൻ ആണ് നേരെയാക്കിയത്. ഐ ഹാഡ് എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർ ദ ഹീറ്റർ. രണ്ട് സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഞാനൊരു ഇലക്ട്രീഷ്യനെ കൊണ്ട് ആ ഹീറ്റർ നേരെയാക്കിച്ചു. ഐ ഹാഡ് ദ ഹീറ്റർ റിപ്പയർഡ് ബൈ എൻ ഇലക്ട്രീഷ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാഡ് എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർ ദ ഹീറ്റർ എന്നും പറയാം. റിപ്പയർ ദ ഹീറ്റർ എന്ന് വേണം എഴുതാൻ. ഞാൻ രണ്ടാമത്തെ സെന്റൻസിൽ ദ വിട്ടുപോയി. ഹീറ്റർ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ആർട്ടിക്കിൾ വേണം. ഐ ഹാഡ് എൻ ഇലക്ട്രീഷ്യൻ റിപ്പയർ ദ ഹീറ്റർ. പാസീവ് വോയിസിൽ പറയുമ്പോൾ ദ ഹീറ്റർ വാസ് റിപ്പയർഡ് ബൈ എൻ ഇലക്ട്രീഷ്യൻ. ദ ഹീറ്റർ വാസ് റിപ്പയർഡ് ബൈ എൻ ഇലക്ട്രീഷ്യൻ. അവിടെ ഞാൻ ചെയ്യിച്ചു എന്ന മീനിങ് ഒന്നും പക്ഷെ ആ സെന്റൻസിൽ വരുന്നില്ല. അതുകൂടി പറയണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് ഫോംസ് ഉപയോഗിക്കേണ്ടി വരും. അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിന് അവർ അവനെ അറസ്റ്റ് ചെയ്യിച്ചു. അവർ അറസ്റ്റ് ചെയ്തില്ല, അവർ പോലീസിനെ വിളിച്ചു, പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. അവരവനെ അറസ്റ്റ് ചെയ്യിച്ചു. ദേ ഹാഡ് ഹിം അറസ്റ്റഡ്, അല്ലെങ്കിൽ ദേ ഗോട്ട് ഹിം അറസ്റ്റഡ്. ഇവിടെയും ഉപയോഗിക്കുന്നത് ഹാവിന്റെ അല്ലെങ്കിൽ ഗെറ്റിന്റെ കോസേറ്റീവ് ഫോം ആണ്. ദേ ഹാഡ് ഹിം അറസ്റ്റഡ്. എന്തിന്? അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിന്. ഫോർ ട്രസ്പാസിംഗ് ഇൻ ടു ദെയർ ഹൗസ്. അതിക്രമിച്ച് കയറിയതിന് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ഹി വാസ് അറസ്റ്റഡ് ഫോർ ട്രസ്പാസിംഗ് എന്ന് പറഞ്ഞാൽ മതി. പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിച്ചു. ഹി വാസ് അറസ്റ്റഡ് ഫോർ ട്രസ്പാസിംഗ്. ഞാൻ എഴുതിയ സെന്റൻസിന്റെ ട്രാൻസ്ലേഷൻ പക്ഷെ ഇതല്ല. അത് നമ്മൾ ഇങ്ങനെ വേണം പറയാൻ. ദേ ഹാഡ് ഹിം അറസ്റ്റഡ് ഫോർ ട്രസ്പാസിംഗ് ഇൻ ടു ദെയർ ഹൗസ്. അവരുടെ വീട്ടിലേക്ക് കയറിയതിന് അവരവനെ അറസ്റ്റ് ചെയ്യിച്ചു. ദേ ഹാഡ് ഹിം അറസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യിച്ചു എന്നർത്ഥം. ദേ ഗോട്ട് ഹിം അറസ്റ്റഡ് എന്നും നമുക്ക് പറയാം. ഹാഡിന് പകരം ഇവിടെ ഗോട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഹി വാസ് അറസ്റ്റഡ് ഫോർ ട്രസ്പാസിംഗ് എന്ന് പറയുമ്പോൾ അതിക്രമിച്ച് കയറിയതിന് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നർത്ഥം. അത് പാസീവ് വോയിസിലാണ്. രണ്ടാമത്തെ സെന്റൻസ് പാസീവ് വോയിസ് അല്ല, അത് ഹാഡിന്റെ ഒരു പോസിറ്റീവ് ഫോം ആണ്. ഈ വീട് വളരെ പഴയതാണ്. ദിസ് ഹൗസ് ഈസ് വെരി ഓൾഡ്. ഇവിടെയും ഹോം അല്ല, ദിസ് ഹൗസ് ഈസ് വെരി ഓൾഡ്. നമ്മൾ സംസാരിക്കുന്ന ആ കെട്ടിടത്തിനെ കുറിച്ചാണ്. ഹൗസ് എന്ന് തന്നെ പറയാം. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് അത് നിർമ്മിച്ചത്. വീട് സ്വയം നിർമ്മിക്കില്ല, ആരോ നിർമ്മിക്കണം. അതുകൊണ്ട് തന്നെ വീട് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിവിടെ ഹൗസ് എന്ന നൗൺ റിപ്പീറ്റ് ചെയ്യേണ്ട, ഇറ്റ് എന്ന പ്രൊനൗൺ ഉപയോഗിച്ചാൽ മതി. ഇറ്റ് വാസ് ബിൽറ്റ് ഓവർ 100 years ago. ദിസ് ഹൗസ് ഈസ് വെരി ഓൾഡ്. ഇറ്റ് വാസ് ബിൽറ്റ് ഓവർ 100 years ago. 100 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഇറ്റ് വാസ് ബിൽറ്റ്. പാസീവ് വോയിസാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം വീടല്ല നിർമ്മിക്കുന്നത്, വീട് മറ്റാരോ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ബിൽഡർ ആയിരുന്നു. മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ ബിൽഡർ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചത്. ഇപ്പൊ ഇവിടെ ആരാ നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് നിർമ്മിച്ചത്. മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ ബിൽഡർ. He built this house many years ago. He built this house many years ago. This house was built by my grandfather. അത് പാസീവ് വോയിസ്.
മൈ ഗ്രാൻഡ് ഫാദർ ബിൽറ്റ് ദിസ് ഹൗസ് എന്നത് ആക്റ്റീവ് വോയിസ്. ആരാണ് ചെയ്തത് എന്ന് വ്യക്തമായി പറയുമ്പോൾ അല്ലെങ്കിൽ പറയേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുക. ആര് ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല, അത് അപ്രസക്തമാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് ആണ് പ്രിഫർ ചെയ്യുക. മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാളാണ് അപകടത്തിന് കാരണമായത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രങ്ക് ഡ്രൈവർ എന്ന നൗൺ ഫ്രേസ് ആണ്. അയാളാണ് അപകടത്തിന് കാരണമായത്. അപ്പോൾ ഡ്രങ്ക് ഡ്രൈവർ ആണ് ആക്ഷൻ ചെയ്യുന്നത്. അയാൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആക്റ്റീവ് വോയിസ് വരും. അപകടം ആക്സിഡന്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വോയിസ് വരും. ദ ആക്സിഡന്റ് വാസ് കോസ്ഡ് ബൈ എ ഡ്രങ്ക് ഡ്രൈവർ. ദ ആക്സിഡന്റ് വാസ് കോസ്ഡ് ബൈ എ ഡ്രങ്ക് ഡ്രൈവർ. വാസ് കോസ്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണ്. എ ഡ്രങ്ക് ഡ്രൈവർ കോസ്ഡ് ദ ആക്സിഡന്റ്, അതാണ് ആക്റ്റീവ് ഫോം. എ ഡ്രങ്ക് ഡ്രൈവർ, ഒരു ഡ്രൈവർ, മദ്യപിച്ച് ഓടിച്ച ഒരു ഡ്രൈവർ. ഒരു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എ ഉപയോഗിച്ചത്. നമ്മൾ സംസാരിക്കുന്ന ആക്സിഡന്റ് ഏതോ ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് ദ ആക്സിഡന്റ് എന്ന് പറയുന്നത്. നിന്റെ കാർ ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണോ? ഈസ് യുവർ കാർ സ്റ്റിൽ ഫോർ സെയിൽ? വിൽപ്പനയ്ക്ക് എന്ന് പറയുമ്പോൾ ഫോർ സെയിൽ. ഈസ് യുവർ കാർ സ്റ്റിൽ ഫോർ സെയിൽ? അല്ല, ഞാനത് വിറ്റു. നോ, ഐ ഹാവ് സോൾഡ് ഇറ്റ്. സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ്. അത് വിറ്റു എന്നുള്ള റിയാലിറ്റി ഇപ്പോഴും ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ പ്രസന്റ് പെർഫെക്റ്റ്. മലയാളത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വേണ്ടേന്ന് തോന്നും. അങ്ങനെയല്ല, ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഐ ഹാവ് സോൾഡ് ഇറ്റ്. ഞാൻ വാതിൽ തുറന്നിടില്ല. തുറന്നിടാറില്ല എന്നല്ല പറയുന്നത്, തുറന്നിടില്ല എന്നാണ്. സിമ്പിൾ പ്രസന്റ് അല്ല. തുറന്നിടാറില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ലീവ് ദ ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് ലീവ് ദ ഡോർ ഓപ്പൺ. ഇവിടെ തുറന്നിടില്ല എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനത് ചെയ്യില്ല, ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വില്ല് വേണ്ട, വുഡ് ഉപയോഗിച്ചാൽ മതി. ഐ വുഡിൻ ലീവ് ദ ഡോർ ഓപ്പൺ. ഐ വുഡിൻ ലീവ് ദ ഡോർ ഓപ്പൺ. ഇതിങ്ങനെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്തു പക്ഷെ നമ്മളത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അതായത് ഒരു അഡ്വൈസ് പോലെ എല്ലാം പറയുമ്പോഴാണ് ഇങ്ങനെ വുഡ് ഉപയോഗിക്കുന്നത്. ആ ഒരു മീനിങ് ഇല്ലാതെ ഞാൻ ചെയ്യില്ല എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ വില്ല് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഞാനാണെങ്കിൽ ഞാൻ ചെയ്യില്ല, ആ ഒരു മീനിങ് കിട്ടാനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ഐ വുഡിൻ ലീവ് ദ ഡോർ ഓപ്പൺ. അതിന് കാരണം ആർക്കും അകത്തേക്ക് കയറി വരാം എന്നതാണ്. ആർക്കും വരാം. എനിബഡി ക്യാൻ കം ഇൻ. ആര് എന്നത് പ്രസക്തമല്ല, ആർക്കും എന്ന അർത്ഥത്തിലാണ് എനിബഡി ഉപയോഗിക്കുന്നത്. ആരോ വന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുക സംബഡി കെയിം എന്നാണ്. ആരോ വന്നു. എനിബഡി എന്നതിനർത്ഥം ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹു, ആരായാലും കുഴപ്പമില്ല, ആർക്കും. എനിബഡി ക്യാൻ കം ഇൻ. ഞാൻ എൻ്റെ കാറ് ലോക്ക് ചെയ്യാതെ ഇടില്ല. ഇവിടെയും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഐ വുഡിൻ ലീവ് മൈ കാർ അൺലോക്ക്ഡ്. ഐ വുഡിൻ ലീവ് മൈ കാർ അൺലോക്ക്ഡ്. ഞാൻ എൻ്റെ കാറ് ലോക്ക് ചെയ്യാതെ ഇടില്ല. അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. കാറൊന്നും ചെയ്യുന്നില്ല, കാറ് മോഷ്ടിക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. പാസീവ് വോയിസ് വേണം ഉപയോഗിക്കാൻ. ഇതെങ്ങനെ പറയും നമ്മൾ? മോഷ്ടിക്കപ്പെട്ടേക്കാം. നമുക്കൊരു മോഡൽ വെർബ് വേണം. ഇറ്റ് മൈറ്റ് ബി സ്റ്റോളൻ. മൈറ്റ് ഹാവ് അല്ല, മൈറ്റ് ബി. കാരണം നമ്മൾ സംസാരിക്കുന്ന പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നിലവിലുള്ള അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോഡൽ വെർബിന് ശേഷം ബി വേണം ഉപയോഗിക്കാൻ. പാസ്റ്റിനെ കുറിച്ച് പറയാനാണ് മോഡൽ വെർബിന് ശേഷം ഹാവ് ഉപയോഗിക്കുക. ഇറ്റ് മൈറ്റ് ബി സ്റ്റോളൻ. അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. ആരെങ്കിലും അത് മോഷ്ടിച്ചേക്കാം എന്നാണ് പറയേണ്ടതെങ്കിൽ സംബഡി മൈറ്റ് സ്റ്റീൽ ഇറ്റ്. സംബഡി മൈറ്റ് സ്റ്റീൽ ഇറ്റ്. ആരെങ്കിലും അത് മോഷ്ടിച്ചേക്കാം. ഇറ്റ് മൈറ്റ് ബി സ്റ്റോളൻ. അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. എൻ്റെ പേഴ്സ് അപ്രത്യക്ഷമായിരിക്കുന്നു. മൈ പേഴ്സ് ഹാസ് ഡിസപ്പിയർഡ്. എൻ്റെ പേഴ്സ് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിപ്പോൾ അവിടെ കാണാനില്ല. ആരോ അത് മോഷ്ടിച്ചിരിക്കണം. മോഷ്ടിച്ചിരിക്കാം എന്നാണെങ്കിൽ മേ അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിച്ചാൽ മതി. മോഷ്ടിച്ചിരിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മസ്റ്റ് എന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആരോ അത് മോഷ്ടിച്ചിരിക്കണം. മോഷ്ടിച്ചിരിക്കണം. സംബഡി മസ്റ്റ് ഹാവ് സ്റ്റോളൻ ഇറ്റ്. പേഴ്സ് കാണാനില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ മോഷണം നടന്നത് അതിനു മുമ്പാണ്. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ബി അല്ല, ഹാവ് ആണ്. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്റ്റോളൻ. സംബഡി മസ്റ്റ് ഹാവ് സ്റ്റോളൻ ഇറ്റ്. ആരോ അത് മോഷ്ടിച്ചിരുന്നിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്റ്റോളൻ. അത് മോഷ്ടിക്കപ്പെട്ടിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്റ്റോളൻ. തേർഡ് സെന്റൻസ് പാസീവ് വോയിസിലാണ്. സെക്കൻഡ് സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. പാസ്റ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മസ്റ്റിന് ശേഷം ഹാവ് ഉപയോഗിക്കുന്നത്. മസ്റ്റിന് പകരം നമുക്കിവിടെ മേയും മൈറ്റും എല്ലാം ഉപയോഗിക്കാം. മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ഇറ്റ് മേ ഹാവ് ബീൻ സ്റ്റോളൻ എന്ന് പറയുമ്പോൾ അത് മോഷ്ടിക്കപ്പെട്ടിരിക്കാം എന്നാണ്. മോഷ്ടിക്കപ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ്. ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. ദിസ് ഇസ് എ സീരിയസ് പ്രോബ്ലം. അതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എന്താ അറിയാത്തത്? അതെങ്ങനെ പരിഹരിക്കണമെന്ന്.
ഞാനാണ് പരിഹരിക്കേണ്ടത്. അപ്പം ഞാൻ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആക്റ്റീവ് വോയിസ്, പ്രോബ്ലം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വോയിസ്. ഐ ഡോണ്ട് നോ എങ്ങനെ, ഹൗ. ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ്. ഇറ്റ് പ്രോബ്ലത്തിന് പകരം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ്. ദിസ് ഇസ് എ സീരിയസ് പ്രോബ്ലം. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ്. ഹൗ ക്യാൻ ഇറ്റ് ബി സോൾവ്ഡ് അല്ല, ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത്. ഹൗ ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് നമ്മളിവിടെ ഉപയോഗിച്ചത് പാസീവ് വെർബാണ്. ക്യാൻ ബി സോൾവ്ഡ് എന്നത് പാസീവ് വോയിസിലാണ്. കാരണം സബ്ജക്റ്റായി വന്ന പ്രൊനൗൺ ഇറ്റ് പ്രോബ്ലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോബ്ലം സ്വയം പരിഹരിക്കില്ല, നമ്മളത് പരിഹരിക്കണം. ഇനി നമ്മൾ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ആക്റ്റീവ് വോയിസ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ ഐ ക്യാൻ സോൾവ് ഇറ്റ്. ഹൗ ഐ ക്യാൻ സോൾവ് ഇറ്റ്. ഐ ക്യാൻ സോൾവ് ആക്റ്റീവ് വോയിസ്, ഹൗ ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് എന്നത് പാസീവ് വോയിസ്. ഏത് വോയിസ് ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിച്ചു വേണം എഴുതാൻ. ആ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗണോ പ്രൊനൗണോ ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രം ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുക. അതൊന്നും ചെയ്യുന്നില്ല, അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പാസീവ് വോയിസ് വേണം ഉപയോഗിക്കാൻ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ്. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വേർഡ് ഓർഡർ ആണ്. സബ്ജക്റ്റിന് ശേഷം വെർബ്. ഞങ്ങൾ വേണ്ടത്ര നേരത്തെ ഇറങ്ങിയില്ല. വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ വേണ്ടത്ര നേരത്തെ ഇറങ്ങിയില്ല. വേണ്ടത്ര നേരത്തെ എന്നതിന് നമുക്ക് ഏർലി ഇനഫ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഞങ്ങൾ ഇറങ്ങിയില്ല, ലീവ് എന്ന വെർബ് ഉപയോഗിക്കാം. വി ഡിഡിൻ ലീവ് ഏർലി ഇനഫ്, അല്ലെങ്കിൽ വി ഡിഡിൻ സ്റ്റാർട്ട് ഏർലി ഇനഫ്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പുറപ്പെട്ടില്ല എന്നൊരർത്ഥം വരും. രണ്ടും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. വി ഡിഡിൻ ലീവ് ഏർലി ഇനഫ്, ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. ചെയ്തില്ല, പക്ഷെ ചെയ്യണമായിരുന്നു. വി ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. വി ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ, ഞങ്ങൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. പഴയ പള്ളി ഇപ്പോൾ നേരെയാക്കുകയാണ്. ഒരു കെട്ടിടം നേരെയാക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വേർബ്സ് ആണ് റെസ്റ്റോർ, റെനോവേറ്റ്, അതെല്ലാം. പഴയ പള്ളി, ദ ഓൾഡ് ചർച്ച്. ഇതാ വേണം, നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ പള്ളിയെ കുറിച്ചാണ്. പള്ളി സിംഗുലർ നൗൺ ആണ്, എന്തായാലും അതിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ വേണം. ദ ഓൾഡ് ചർച്ച്, അത് നേരെയാക്കുകയാണ്. ഓൺഗോയിങ് ആയ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ടെൻസിലുള്ള പാസീവ് ഫോം വേണം ഉപയോഗിക്കാൻ ചർച്ച് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. കാരണം ചർച്ച് ഒന്നും ചെയ്യുന്നില്ല, ബിൽഡേഴ്സ് ആണ് നേരെയാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചർച്ചിന്റെ ഭാരവാഹികൾ, അവരാണ് നേരെയാക്കുന്നത്. ദ ഓൾഡ് ചർച്ച് ഈസ് ബീങ് റിസ്റ്റോർഡ് അറ്റ് ദ മൊമെന്റ്. ദ ഓൾഡ് ചർച്ച് ഈസ് ബീങ് റിസ്റ്റോർഡ് അല്ലെങ്കിൽ റെനോവേറ്റഡ് അറ്റ് ദ മൊമെന്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള പാസീവ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചത്. ദ ഓൾഡ് ചർച്ച് ഈസ് ബീങ് റെസ്റ്റോർഡ് അറ്റ് ദ മൊമെന്റ്. പണി ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഈ രണ്ടാമത്തെ സെന്റൻസ് പാസീവ് വോയിസിലല്ല, ഫിനിഷ്ഡ് എന്ന V3 പ്രസന്റ് പെർഫെക്റ്റ് കാണുമ്പോൾ ഇത് പാസീവ് വോയിസ് ആണ് എന്ന് തോന്നും. നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതേപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളും കോമൺലി അഡ്ജക്റ്റീവ്സ് ആയി ഉപയോഗിക്കും. ഇവിടെ നമുക്ക് ഈ ഫിനിഷ്ഡ് എന്ന ഈ V3ക്ക് പകരം നമുക്ക് കംപ്ലീറ്റ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്, ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഓവർ എന്നും പറയാം, ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്നും പറയാം. ഇങ്ങനെ പാസീവ് വോയിസിലാണ് എന്ന് തോന്നുന്ന പല സെന്റൻസസും ആക്ച്വലി പാസീവ് വോയിസിലല്ല. അത് നമ്മൾ ആ മീനിങ്ങിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പലപ്പോഴും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമല്ല പ്രസന്റ് പാർട്ടിസിപ്പിളും നമ്മൾ പലപ്പോഴും അഡ്ജക്റ്റീവ്സ് ആയി യൂസ് ചെയ്യും. ആ ക്ഷേത്രത്തിന് 600-ലധികം വർഷം പഴക്കം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ്. ആ ക്ഷേത്രത്തിന് 600-ലധികം വർഷം പഴക്കം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ടെമ്പിൾ ഈസ് മോർ ദാൻ 600 years old. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ദ ടെമ്പിൾ ഈസ് ബിലീവ്ഡ് ടു ബി മോർ ദാൻ 600 years old. മോർ ദാനിന് പകരം നമുക്ക് ഓവർ ഉപയോഗിക്കാം. രണ്ട് സ്ട്രക്ചറും യൂസ് ചെയ്യാം. ദ ടെമ്പിൾ ഈസ് ബിലീവ്ഡ് ടു ബി എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ടെമ്പിൾ ഈസ് എന്നും പറയാം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ടെമ്പിൾ ഈസ് മോർ ദാൻ 600 years old, അല്ലെങ്കിൽ ദ ടെമ്പിൾ ഈസ് ബിലീവ്ഡ് ടു ബി മോർ ദാൻ 600 years old. ഞാൻ എൻ്റെ ജോലി നേരാവണ്ണം ചെയ്തില്ലെങ്കിൽ എന്നെ പറഞ്ഞുവിടും. പറഞ്ഞുവിടുന്നു പറയുമ്പോൾ എൻ്റെ ജോലി പോവും. ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിച്ചും പറയാം, ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ചും പറയാം. ടൈപ്പ് 1 കണ്ടീഷണൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടാം. ഇഫ് ഐ ഡോണ്ട് ഡു മൈ ജോബ് പ്രോപ്പർലി, ഞാൻ എൻ്റെ ജോലി നേരാവണ്ണം ചെയ്തില്ലെങ്കിൽ ഐ വിൽ ബി ഡിസ്മിസ്ഡ്, അല്ലെങ്കിൽ ഐ വിൽ ബി സാക്ഡ്. ഡിസ്മിസ്ഡ് എന്ന അർത്ഥം വരുന്ന അതേ ഒരു വെർബാണ് സാക്ഡ്. അതാണ് കുറച്ചുകൂടി കോമൺ ആയി നമ്മൾ ഇൻഫോർമൽ സ്റ്റൈലിൽ യൂസ് ചെയ്യാം. ടൈപ്പ് 2 കണ്ടീഷണൽ പറയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടാം. If I didn't do my job properly, I would be sacked. If I didn't do my job properly, I would be sacked. എൻ്റെ ജോലി നഷ്ടപ്പെടും. എന്നെ അവര്, മാനേജ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയർ ആണ് പിരിച്ചുവിടുക. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പാസീവ് ഫോം ഉപയോഗിച്ചത്. I would be sacked. If I didn't do my job properly, I would be sacked. അല്ലെങ്കിൽ
ഇഫ് ഐ ഡിഡിൻ ഡു മൈ ജോബ് പ്രോപ്പർലി മൈ എംപ്ലോയർ വുഡ് സാക്ക് മീ. എൻ്റെ എംപ്ലോയർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ ആക്റ്റീവ് വെർബ്. വുഡ് സാക്ക് മീ. ഞാൻ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വെർബ്. ഐ വുഡ് ബി സാക്ഡ്. അവന്റെ ആരോഗ്യം എന്നെ ഭയപ്പെടുത്തുന്നു. ആരോഗ്യമല്ല, ആക്ച്വലി അനാരോഗ്യമാണ് ഭയപ്പെടുത്തുന്നത്. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഹെൽത്ത് തന്നെ പറഞ്ഞാൽ മതി. അവന്റെ ആരോഗ്യം എന്നെ ഭയപ്പെടുത്തുന്നു. ഹിസ് ഹെൽത്ത് വറീസ് മീ. ഹിസ് ഹെൽത്ത് വറീസ് മീ. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ഐ വറി അബൌട്ട് ഹിസ് ഹെൽത്ത്. ഞാൻ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച്, അനാരോഗ്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നു. ഇവിടെ ഐ വറി എന്നതിന് പകരം നമുക്ക് ഐ ആം വറീഡ് എന്നൊരു എക്സ്പ്രഷനും യൂസ് ചെയ്യാം. ഇവിടുത്തെ ഐ ആം വറീഡ് പാസീവ് ഫോം അല്ല. ഇവിടെ വറീഡ് ഉപയോഗിച്ചിട്ടുള്ളത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഐ ആം വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. പൊതുവെ നമ്മുടെ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് നമ്മളിങ്ങനെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുക. എക്സൈറ്റഡ്, ഇൻട്രസ്റ്റഡ്, ബോർഡ്, ടയേർഡ്, ഡിസപ്പോയിന്റഡ്, ഫ്രൈറ്റൻഡ്, ടെറിഫൈഡ്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഷോക്ക്ഡ്, ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആ സെന്റൻസിൽ നിന്ന്, അതിന്റെ മീനിങ്ങിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഐ എം വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത് കാണുമ്പോൾ പാസീവ് വോയിസ് ആണെന്ന് തോന്നും. പാസീവ് വോയിസ് അല്ല, അത് എൻ്റെ ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ തീരെ ചെറുതായിരുന്നപ്പോഴേ നീന്താൻ പഠിച്ചു. ഞാൻ നീന്താൻ പഠിച്ചു. ഐ ലേൺ ടു സ്വിം. ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ, വെൻ ഐ വാസ് വെരി യങ്. ഐ ലേൺ ടു സ്വിം വെൻ ഐ വാസ് വെരി യങ്. ഇവിടെ ലേൺ എന്ന വെർബാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്ക് ടു സ്വിം എന്ന ടു ഇൻഫിനിറ്റീവ് ഡയറക്റ്റ് ആയി യൂസ് ചെയ്യാം. നോ എന്ന വെർബ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ അത് ഉപയോഗിക്കാം എന്നല്ല പറയുന്നത്. അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിനുശേഷം ഹൗ കൂടി ഉപയോഗിക്കും. ഇപ്പൊ എനിക്ക് നീന്താൻ അറിയാമെന്ന് പറയണമെങ്കിൽ ഐ നോ ഹൗ ടു സ്വിം എന്നാണ് പറയുക. ഐ നോ ടു സ്വിം അല്ല. ഇവിടെ ഞാൻ നീന്താൻ പഠിച്ചു എന്ന് പറയുമ്പോൾ ഐ ലേൺ ടു സ്വിം. ഐ ലേൺഡ് ഹൗ ടു സ്വിം വേണ്ട, ഐ ലേൺ ടു സ്വിം വെൻ ഐ വാസ് വെരി യങ്. എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. മൈ മദർ ടോട്ട് മീ എന്ന് പറയാം. അത് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസിലാവുമ്പോൾ ഐ വാസ് ടോട്ട് ബൈ മൈ മദർ. ഐ വാസ് ടോട്ട് ബൈ മൈ മദർ. എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. മൈ മദർ ടോട്ട് മീ, അത് ആക്റ്റീവ് ഫോം. ഞാൻ ഇന്നലെ ടേബിളിൽ ഒരു ബ്രോഷർ വെച്ചിരുന്നു. ഇന്നലെ ഞാൻ ഒരു ബ്രോഷർ ടേബിളിൽ വെച്ചിരുന്നു. ഐ ലെഫ്റ്റ് എ ബ്രോഷർ ഓൺ ദ ടേബിൾ യെസ്റ്റർഡേ. ഐ ലെഫ്റ്റ് എ ബ്രോഷർ ഓൺ ദ ടേബിൾ യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രിയാണ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ എന്നതിന് യെസ്റ്റർഡേ എന്ന് തന്നെ പറയാം. അതിപ്പോൾ അവിടെ കാണുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദർ നൗ. അത് ഇപ്പോൾ അവിടെ കാണുന്നില്ല. അത് കളഞ്ഞിട്ടുണ്ടാവും. ആരോ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് കളയുന്നതിന് ഉപയോഗിക്കുന്ന വെർബ് ത്രോ എവേ ആണ്. നമുക്കിത് ആക്റ്റീവ് വോയിസിലും പറയാം, പാസീവ് വോയിസിലും പറയാം. അത് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനെന്തായാലും സ്വയം എടുത്ത് കളയാൻ സാധിക്കില്ലല്ലോ. അപ്പം പാസീവ് വോയിസ് വേണം പറയാൻ. ആരോ സംബടി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആക്റ്റീവ് വോയിസ് വേണം ഉപയോഗിക്കാൻ. അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. സംബടി മൈറ്റ് ഹാവ് ത്രോൺ ഇറ്റ് എവേ. ആക്റ്റീവ് വോയിസ്. സംബടി മൈറ്റ് ഹാവ് ത്രോൺ ഇറ്റ് എവേ അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ത്രോൺ അവേ. സംബടി മൈറ്റ് ഹാവ് ത്രോൺ ഇറ്റ് അവേ എന്നതിന്റെ പാസീവ് ഫോം ആണ് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ത്രോൺ അവേ എന്നത്. കളഞ്ഞിട്ടുണ്ടാവും എന്നല്ലേ പറയുന്നത്, പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈറ്റിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ആണ്. ഹാവ് ത്രോണിന്റെ പാസീവ് ഫോം ആണ് ഹാവ് ബീൻ ത്രോൺ. ബ്രോഷർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, ബ്രോഷറിന് പകരമാണ് നമ്മളിവിടെ ഇറ്റ് എന്ന പ്രൊനൗൺ ഉപയോഗിച്ചത്. അത് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസീവ് വെർബ്, സംബടി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആക്റ്റീവ് വെർബ്. സംബടി മൈറ്റ് ഹാവ് ത്രോൺ ഇറ്റ് അവേ. സാധനങ്ങൾ വലിച്ചെറിയുന്നതിന്, ഉപേക്ഷിക്കുന്നതിന്, കളയുന്നതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ത്രോ എവേ. നിന്റെ പ്രകടനത്തിൽ നീ സംതൃപ്തയാണോ? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പെർഫോമൻസ്. ആർ യു സാറ്റിസ്ഫൈങ് അല്ല, ആർ യു സാറ്റിസ്ഫൈഡ്. ഇവിടെയും സാറ്റിസ്ഫൈഡ് വെർബ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പെർഫോമൻസ്. നിന്റെ പ്രകടനത്തിൽ നീ തൃപ്തയാണോ? ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ തൃപ്തയാണ്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് ചെയ്തിരുന്നു. ആ ഇമോഷൻ അനുഭവിക്കുന്ന ആൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം ഡിസപ്പോയിന്റഡ്, ഐ ആം എക്സൈറ്റഡ്, ഐ ആം വറീഡ്, ഐ ആം ഷോക്ക്ഡ്. ഇവിടെ എല്ലാ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാനാണ് സബ്ജക്റ്റ്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഇമോഷന് കാരണമാവുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുവാണ് സബ്ജക്റ്റ് എങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ. എന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. മൈ പെർഫോമൻസ് വാസ് ഡിസപ്പോയിന്റിംഗ്. പെർഫോമൻസ് ആണ് സബ്ജക്റ്റ്. അപ്പൊ ING ഫോം ഉപയോഗിച്ച് ഐ വാസ് ഡിസപ്പോയിന്റഡ് വിത്ത് മൈ പെർഫോമൻസ്. ഞാൻ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ വാസ് ഡിസപ്പോയിന്റഡ്, മൈ പെർഫോമൻസ് വാസ് ഡിസപ്പോയിന്റിംഗ്. ദ ന്യൂസ് വാസ് ഷോക്കിംഗ്, വി വേർ ഷോക്ക്ഡ്. ദ മൂവി വാസ് ബോറിംഗ്, വി വേർ ബോർഡ്. അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്ക് പറ്റി എന്നാണ് പറയപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ്. 2 പേർക്ക് പരിക്ക് പറ്റി. 2 people were injured in the explosion അല്ലെങ്കിൽ 2 people have been injured in the explosion. It is reported എന്ന് പറയുമ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.
It is reported that 2 people were injured in the explosion. Simple past ഉപയോഗിക്കാം, present perfect ഉപയോഗിക്കാം. It is reported that 2 people have been injured in the explosion. ആളുകളൊന്നും ചെയ്യുന്നില്ല, പരിക്ക് അവർക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത്. were injured പാസീവ് വോയിസ് ആണ്. The explosion injured 2 people അതാണ് ആക്റ്റീവ് ഫോം. have been injured അതും പാസീവ് വോയിസ് ആണ്. It is reported that 2 people have been injured in the explosion. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. 2 people are reported to have been injured in the explosion. ആ സ്ട്രക്ചർ ഒന്ന് പഠിക്കുക. 2 people are reported to have been injured in the explosion. അങ്ങനെ പറയപ്പെടുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ റോബ്ഡ് അല്ലെങ്കിൽ മഗ്ഡ്. ഹാവ് യു എവർ ബീൻ റോബ്ഡ്. റോബ്ഡ് എന്നതിന് പകരം നമുക്ക് മഗ്ഡ് എന്ന വെർബ് കൂടി യൂസ് ചെയ്യാം. ഹാവ് യു എവർ ബീൻ മഗ്ഡ്. പാസീവ് വോയിസിൽ തന്നെയാണിത്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസൺ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ നമ്മുടെ വീഡിയോസ് പതിവായി കാണുന്നവർക്ക് ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ല. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പഠിക്കാൻ സാധിക്കില്ല. നമുക്കൊരു അല്പം വലിയൊരു സെന്റൻസ് എഴുതണമെങ്കിൽ ഗ്രാമറിന്റെ എല്ലാ ഭാഗങ്ങളും അറിയണം. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും കാണണം. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായി തോന്നുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. നമ്മൾ നടത്തുന്ന ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.